നിർണായക മൊഴി ലഭിച്ചിരിക്കുകയാണ്. അതും അറസ്റ്റിലായ CPM നേതാവ് പത്മകുമാറിന്റെ കയ്യിൽ നിന്നും. സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച നാൾക്കുനാൾ കണ്ണികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മറനീക്കി പുറത്തു വരുന്നത് ഒരു വലിയ കൊള്ള ആയതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇപ്പോഴിതാ ഒരു നിർണായക മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രി കണ്ഠരര് രാജീവർ ആണെന്നാണ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിന്റെ വായിൽ നിന്നും രഹസ്യ ചുരുളുകൾ ഓരോ ദിവസങ്ങളായി പുറത്തേക്കെത്തുകയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പത്മകുമാർ എന്ന CPM നേതാവ് അഴിക്കുള്ളിലായപ്പോൾ അന്വേഷണം പാർട്ടിക്ക് നേരെ വരുമെന്ന സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടി തന്ത്രിയുടെ പേരെടുത്തിട്ടതാണ് ചെയ്തിരിക്കുന്നത്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള CPM അജണ്ടയാണ് തന്ത്രിക്ക് നേരെയുള്ള ഈ മൊഴി എന്ന് തന്നെ പറയണം. ആടിനെ കാണിച്ച് പട്ടി എന്ന് പറയുന്ന കണക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മൊഴി കഴിഞ്ഞ ദിവസം പത്മകുമാറിനെതിരെ CPM കടുത്ത ഭാഷയിൽ പ്രതികരിച്ചതിന് ശേഷമാണ് എത്തിയിരിക്കുന്നത്. അതായത് ഞങ്ങൾ പത്മകുമാറിനെതിരാണെന്ന് പറയുകയും തങ്ങൾക്കെതിരെ വരുന്ന ഒരു അന്വേഷണത്തെ വഴിതിരിച്ചു വിടുകയുമാണ് ഇപ്പോൾ CPM ചെയ്തിരിക്കുന്നത്. മുഴുവനായിട്ട് കൈ കഴുകി നിൽക്കാമെന്ന CPMന്റെ ഒരുതരം തന്ത്രമാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷമായിരിക്കും അച്ചടക്ക നടപടി ഉണ്ടാകുക എന്നിരിക്കവേ തന്ത്രിക്കെതിരെ ഇപ്പോൾ പറഞ്ഞ മൊഴി അച്ചടക്ക നടപടിക്ക് ശേഷമേ CPM നേതാക്കന്മാരിലേക്ക് എത്താൻ വലിയ കാലതാമസം വേണ്ട എന്ന സത്യം അവർ മനസ്സിലാക്കണം. പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ അനുമതി നൽകിയെന്നും തന്ത്രി കൊണ്ടുവന്നതിനാൽ പോറ്റി വിശ്വസിച്ചു എന്നുമാണ് പത്മകുമാറിന്റെ മൊഴി. എന്നാൽ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന് മുൻപ് കടകംപള്ളിയും പോറ്റിയും തമ്മിലായിരുന്നു ബന്ധമെന്നും ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തനിക്ക് സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നില്ല എന്നും പോറ്റി തന്റെ ആറന്മുളയിലുള്ള വീട്ടിൽ വരാറുണ്ടെന്നും പത്മകുമാർ മൊഴി നൽകി. പക്ഷേ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് എപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അതേസമയം സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്നായിരുന്നു കണ്ഠരര് രാജീവർ മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്തുവാൻ മാത്രമാണ് അനുമതി നൽകിയത്. നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു അനുമതി നൽകിയതും. പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്നുമായിരുന്നു വിശദീകരണം. പോറ്റി ആദ്യം അറിയുന്നത് കീഴ്ശാന്തി എന്ന നിലയിലാണ്. സ്പോൺസർ എന്ന നിലയിൽ പരിചയം തുടർന്നുവെന്നും മൊഴിയിലുണ്ട്. കേസിൽ റിമാൻഡിലുള്ള പത്മകുമാറിനെ 2 ദിവസത്തേക്കാണ് SIT ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കഥകൾ പലതും മറനീക്കി പുറത്തു വരുമ്പോൾ കഥാപാത്രങ്ങളുടെ എണ്ണവും കൂടി വരികയാണ്. ഇനി എന്തായാലും അടുത്തത് ആരാണെന്ന് നിസ്സംശയം പറയാം. അത് മുൻ മന്ത്രി കടകംപള്ളിയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനും തന്നെ. പോറ്റി ശബരിമലയിലെ ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകളുടെ സ്പോൺസറാകാൻ സർക്കാരിൽ ആരൊക്കെ സമീപിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായി മറുപടി നൽകാൻ പത്മകുമാർ തയ്യാറായിട്ടില്ല. ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായിട്ട് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കൃത്യമായ തൂക്കവും അളവും എടുക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നതായിട്ടും പത്മകുമാർ കൂട്ടിച്ചേർത്തു. കൂടാതെ നിലവിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുൻപ് മുൻ ഭരണസമിതിയുടെ കാലത്തും കട്ടിളപ്പാളികൾ ഉൾപ്പെടെയുള്ള ക്ലാഡിംഗ് വർക്കുകൾ പുറത്തു കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട് എന്ന വിശദീകരണവും അദ്ദേഹം നൽകിയതായിട്ടും അറിയുന്നു. തന്ത്രിയുടെയും പോറ്റിയുടെയും തലയിൽ എല്ലാം വെച്ചുകെട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കാമെന്നാണ് CPMന്റെ വിചാരം. പക്ഷേ നടക്കില്ല. എത്ര നാടകം കളിച്ചാലും ചെയ്തതും കട്ടതും നിങ്ങൾ തന്നെയാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി കുരുക്കുകൾ പാർട്ടിക്ക് നേരെ വന്നുകൊണ്ടേയിരിക്കും.